നമ്മുടെ മുടിയുടെ എല്ലാ ഡാമേജും മാറ്റി നല്ല തിളക്കവും സ്മൂത്ത്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കുഞ്ഞു റെമഡിയാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ ഹെയർ കെയർ വീഡിയോയുടെ 5ാമത്തെ വീഡിയോ ആണിത്. ഹലോ, നമസ്കാരം. ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഹെയർ കെയർ വീഡിയോസിൻ്റെ 4 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പേജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഒന്ന് കാണുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് നമ്മളുടെ മുടി ഡാമേജ് ആവുന്നത്. മുടി പൊട്ടിപ്പോകുന്നുണ്ട്, അതുപോലെ തന്നെ മുടിയുടെ അറ്റം വിണ്ട് കീറുക, പിന്നെ മുടി നല്ലതുപോലെ ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഇല്ലാണ്ടും തിളക്കം ഇല്ലാണ്ടും ഇങ്ങനെ ചകിരി നാര് പോലെ ഇരിക്കുക. ഇതിനൊക്കെ ഉള്ളൊരു റെമഡിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ മുടിക്ക് ഒരു പ്രോബ്ലം ഒന്നും ഇല്ല, അപ്പോൾ ഞാനിത് ചെയ്യണോ എന്നുള്ളത്. നിങ്ങളുടെ മുടിക്ക് പ്രോബ്ലം ഇല്ലെങ്കിലും ഭാവിയിൽ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് നമ്മളുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കുഞ്ഞ് റെമഡിയാണ്. പക്ഷേ ഒരുപാട് ഇഫക്റ്റീവാണ്. നമ്മളൊരു 7 ദിവസം തുടർച്ചയായിട്ടത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം 7 ഡേയ്സിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മൾ ആ കുഞ്ഞ് റെമഡി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഹെയർ ഓയിൽ ഏതാണോ അത് നമ്മൾ എടുക്കണം. കുറച്ച് അത്യാവശ്യത്തിന് തലയിൽ പറ്റാൻ ആവശ്യമുള്ളത് എടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മൾ അന്ന് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു കാച്ചെണ്ണ, അതാണ്. അപ്പോൾ നിങ്ങളുടെ ഏത് ഓയിലാണോ നിങ്ങൾ ചെയ്യുന്നത് അതെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ എത്രയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് അത്രയും എടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും മേടിക്കാൻ കിട്ടും കേട്ടോ. ഒരു സ്ട്രിപ്പിൽ 10 എണ്ണം ഉണ്ടാവും. അത് 29 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള ഓയിൽ തലയിൽ പറ്റാൻ എടുത്തിട്ട് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 2 എണ്ണമാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് രണ്ടും കൂടെ ഈക്വലി നല്ല ഇതുപോലെ മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഞാൻ നിങ്ങളെ ശരിക്കും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് കാണിച്ചത്. ഞാൻ ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ കാച്ചെണ്ണ ഉണ്ടോ, ഇതിലേക്ക് ഒരു 20 ക്യാപ്സ്യൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്ട്രിപ്പ് ക്യാപ്സ്യൂൾസ്. ഇപ്പോൾ നമ്മളിത് മേടിക്കുമ്പം ഇതിനകത്ത് ടോട്ടൽ 2 സ്ട്രിപ്സിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 എണ്ണമാണ് വരുന്നത്. അത് ഈ കാച്ചെണ്ണയിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കും. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി ഞങ്ങൾ ഉണ്ടാക്കിയ എണ്ണയ്ക്ക് ഈ കളർ കിട്ടിയിട്ടില്ല എന്ന്. അത് ചിലപ്പോൾ നിങ്ങൾ ഇൻഡിഗോ പൗഡർ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ചൂട് ശരിയായിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. ശരിക്കും ആ ഒരു കറക്റ്റ് ചൂടിൽ ആഡ് ചെയ്യുമ്പോൾ ഈ കളർ തന്നെ വരും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ നീലയാമരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ കളർ തന്നെ ഇതാണ്, ഈ ഒരു വയലറ്റ് കളറാണ്. ഞാൻ പറഞ്ഞതുപോലെ ദിവസം ചെയ്യുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പാർട്ട് ഓഫ് നമ്മളുടെ ഹെയർ കെയറിൻ്റെ ഒരു പാർട്ട് തന്നെയാവും. സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ചെയ്യേണ്ട, പക്ഷെ വളരെ ഇഫക്റ്റീവാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിലാണ് ഞാൻ ടൈം ടേബിൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കേണ്ടായിരുന്നു, ചേച്ചി ടൈം ടേബിൾ പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ കെയർ ഏത് ദിവസം എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത് ആ ടൈം ടേബിളിൽ പറയാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിരിക്കും. ഒരു കൺഫ്യൂഷനും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണ്, ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.